അവൻ ചികിത്സയിലായിരുന്ന സമയത്ത് നിങ്ങളിൽ ഒരുവനെങ്കിലും അവനെ പറ്റി ഒരു പ്രാവശ്യമെങ്കിലും അന്വേഷിച്ചിരുന്നോ? ശ്രീ മോഹൻലാൽ വന്ന് ചോദിക്കുകയുണ്ടായി, സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം വെറും പ്രഹസനങ്ങളും പ്രകടനങ്ങളും മാത്രമല്ലേ കുട്ടികളെ? ബിഗ് ബോസിൽ സിജോ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മുൻപ് റോക്കിയുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ മുഖത്തിന് പരിക്കേൽക്കുകയും ഇത്രനാൾ ചികിത്സയിൽ ഇരിക്കുകയും വരുമോ വരില്ലേ എന്ന് ഉറപ്പ് പോലും ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സിജോ. പക്ഷേ എനിക്ക് ചിരി വരുന്ന അതല്ല, അദ്ദേഹം ചികിത്സയിലിരിക്കെ അദ്ദേഹത്തിന് എന്തായി, ഇവിടുന്ന് പോയി ഇത്ര ദിവസമൊക്കെ ആയില്ലേ എന്ന് ആ ബിഗ് ബോസ് ഹൗസിൽ ഒരു മനുഷ്യൻ പോലും അന്വേഷിച്ചിരുന്നില്ല. ഒരു ദിവസം ലാലേട്ടൻ വരികയും നിങ്ങളൊപ്പം മത്സരിച്ചിരുന്ന ഒരാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കൊന്ന് ചോദിക്കാനുള്ള മര്യാദ പോലും ഇല്ലേ എന്ന് ചോദിച്ചൊരു എപ്പിസോഡ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആരും സിജോ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പോലുമില്ല. അല്ല, അന്വേഷിക്കുന്നു അന്വേഷിക്കാതിരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം. ഇതിനെക്കുറിച്ച് ജാസ്മിനോട് എന്തോ ചോദിച്ചപ്പോൾ അത്ര കാര്യമാക്കി എടുത്തില്ല എന്നോ അങ്ങനെ എന്തോ ഒരു സില്ലി മറുപടിയാണ് ജാസ്മിനും പറഞ്ഞത്. മറ്റുള്ളവരും ആരും കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ആരൊക്കെയോ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ചോദിച്ചു എന്നോ എന്തൊക്കെയോ പറയുകയുണ്ടായി. അല്ലാതെ ആരും കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല എന്ന് ലാലേട്ടൻ തന്നെ വന്നിട്ട് പറയുകയുണ്ടായി. അപ്പോൾ എന്താ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സിജോ തിരിച്ചു വരുന്ന സീനുകളും ആളുകൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു, സന്തോഷിക്കുന്നു, ഭയങ്കരമായിട്ട്. ശരിയാണ്, പുറത്തു പോയാൽ അല്ലെങ്കിൽ പുറത്തു പോകുമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പരിക്ക് പറ്റിപ്പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ സന്തോഷിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു അന്വേഷണം പോലും എന്തായി അദ്ദേഹത്തിന് എന്ന് ചോദിക്കാത്ത ഈ ആളുകൾ സന്തോഷിക്കുമ്പോൾ അത് സത്യസന്ധമായി സന്തോഷിക്കുന്നതാണോ അതോ ഇനി ഒരു പ്രകടനം മാത്രമാണോ അല്ലെങ്കിൽ ഒരു അഭിനയം മാത്രമാണോ എന്നൊരു സംശയം തോന്നുന്നു. എനിക്ക് തോന്നുന്നതാണ്. കാരണം ഇത് ബിഗ് ബോസ് ഹൗസാണ്, ബിഗ് ബോസ് വീടാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും ദിവസം അന്വേഷിക്കാത്ത ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇദ്ദേഹത്തെ കാണുമ്പോൾ വളരെയധികം സന്തോഷം പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ സത്യസന്ധമായിരിക്കാം, അല്ലായിരിക്കാം, എങ്കിലും ഒരു സംശയം തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ കാരണം.